ഒരു മർഡർ കമ്മിറ്റ് ചെയ്തു കഴിഞ്ഞാൽ സ്വന്തം നിഴലിനെ പോലും നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. പക്ഷെ ഞാൻ ചെയ്ത കൊലപാതകങ്ങൾ ഒഴിക്കാൻ എനിക്കിതല്ലാതെ വേറെ വഴിയുണ്ടായിരുന്നില്ല. എല്ലാം ഞാൻ വിചാരിച്ചതുപോലെ തന്നെ നടന്നു. ഒരാൾക്കും ഒരു സംശയം കൂടാതെ മുന്നോട്ട് നീങ്ങവേ എൻ്റെ എല്ലാ പദ്ധതിയും തകർത്തുകൊണ്ട് എനിക്ക് വന്ന ആ ഫോൺ കോൾ. എന്നാപ്പാ ഞാനിവിടെ ടൗൺ വരെ വന്നാപ്പാ. പോലീസുകാരനോ? ആ ഞാൻ എന്താ വരുന്നപ്പാ. എന്താടാ? എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്. ബാക്കി എന്താണെന്ന് വെച്ചാൽ നീ ചെയ്തോ. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, പോലീസ് വന്ന് പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും ജയിലിൽ പോകും. അത് പറഞ്ഞേക്കാം. പോലീസ് വന്നു. പോലീസോ? എന്നാത്തിനാ? നീ എന്തിനാ പേടിക്കുന്ന? ഒരു പോലീസും വന്ന് നമ്മൾ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. പണ്ടാരടങ്ങ അവരെല്ലാം അറിഞ്ഞിട്ടുള്ള ഓരോയിരിക്കും. കയ്യും കാലും മറിച്ചിട്ട് വയ്യ. അവന്മാർ വെറുതെ ഒരു എൻക്വയറിക്ക് വരുന്നോ? അവന്മാർ വന്നിട്ട് കുറച്ച് ചോദ്യം ചെയ്ത് തിരിച്ചു പോയിക്കോളൂ. എന്നൊരു കാര്യം ചെയ്യാം, ഞാൻ എവിടെങ്കിലും പോയി വിളിക്കാം. അവന്മാരെ കാണണ്ട. നമ്മൾ ഒരുമിച്ച് പോകുന്നവരിവിടെ പലരും കണ്ടിട്ടുണ്ട്. വെറുതെ ഓരോ സംശയം കാണിച്ച് പോലീസുകാർക്ക് സംശയം ഉണ്ടാക്കരുത്. അവന്മാരെന്തായാലും ചോദിച്ചാൽ തന്നെയും നിനക്കൊന്നും അറിയത്തില്ലെന്ന് പറഞ്ഞാൽ മതി. ബാക്കി ചോദ്യം എന്നോടല്ലേ, അത് ഞാൻ നോക്കിക്കോളാം. അത് മനസ്സിലായോ? ഞാൻ മനസ്സിലാകുന്നു. അപ്പൊ ഞാൻ അങ്ങോട്ട് വരുവാ. അവന്മാരോട് അവിടെ ഇരിക്കാൻ പാ. സ്റ്റുഡിയോയിലോ? അവനെന്തിനാ ഇങ്ങോട്ട് വരണേ? എനിക്കറിയാൻ മേലെ ബൈക്ക് കൊണ്ട് നിർത്തി പോലീസാന്ന് പറഞ്ഞ നിന്നെ ചോദിച്ചു. നീ ഇവിടെ എല്ലാന്ന് പറഞ്ഞപ്പോ ആ സ്റ്റുഡിയോ പോയി കണ്ടോളാന്ന് പറഞ്ഞു. അപ്പൊ അന്ന് വന്ന ആ പോലീസുകാരുടെ കൂട്ടത്തിൽ ആരെങ്കിലും ആണോ? അങ്ങനെ ചോദിച്ചാ ഹെൽമെറ്റില്ലായിരുന്നു, മുഖം ശ്രദ്ധിച്ചില്ല. ശരിയപ്പാ, ഞാൻ വിളിക്കാം. എന്താ നിന്റെ ഉദ്ദേശം? പോലീസുകാർ ഇങ്ങോട്ടാ വരുന്നത്. ഞാൻ പോവാ, നീ വെറുതെ വാ. ഇന്നത്തോടുകൂടി അവന്മാർ എല്ലാ സംശയം തീരണം. അതിനെനിക്ക് എന്റെ സഹായം കൂടി വേണം. കാരണം ഞാൻ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ഒരാളും സാക്ഷിയില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നിന്നോട് അധികം ചോദ്യം ഉണ്ടാകത്തില്ല. നീ പേടിക്കണ്ട. നീ ഞാൻ പറഞ്ഞ ചെയ്താൽ മതി. മനസ്സിലായോ? ഈ ബോഡി എന്ത് ചെയ്യാനാണ് നിന്റെ ഉദ്ദേശം? തൽക്കാലം ഇങ്ങനെ ഒരു ബോഡിയിലെന്ന് വിചാരിച്ചാൽ മതി. അതല്ലാതെ നമ്മുടെ മുമ്പിൽ വേറെ വഴിയില്ല. അവൻ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെത്തും. അവനെത്തി. പോണേ. ഞാനേ നമ്മുടെ നോർത്ത് സ്റ്റേഷനിലെ CP ആണ്. തരുന്നുണ്ട്.
എന്താണ് സാർ? വിൻസെന്റ്, ഞാൻ നിങ്ങളുടെ മിസ്സിംഗ് കേസിന്റെ കുറച്ച് ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടി വന്നോ. സാറേ 2 ആഴ്ച മുന്നേ ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്താണല്ലോ സാർ. പിന്നെന്താണ് സാറേ വീണ്ടും ഒരു എൻക്വയറി? ഡോതി, പുതിയ എസ് ഐ സാറാ, അയാൾക്ക് അന്ന് കൊടുത്ത ആ സ്റ്റേറ്റ്മെന്റ് പോരാന്ന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. മാത്രമല്ല അയാൾ തന്നോട് ചോദിക്കേണ്ട ചോദ്യങ്ങളെല്ലാം എന്നെ പഠിപ്പിച്ച് വിട്ടിട്ടുണ്ട്. അപ്പോൾ അതങ്ങ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടിയും കഴിയും. ഓക്കെ. വിൻസെന്റ് കൊടുത്ത സ്റ്റേറ്റ്മെന്റ് ഞാൻ കണ്ടിരുന്നു. അതിൽ പറയുന്നത് നിങ്ങളുടെ ഭാര്യ ജെസ്സി നിങ്ങളോട് വഴക്കുണ്ടാക്കി ഇവിടുന്ന് ഇറങ്ങിപ്പോയി. പിന്നീട് നിങ്ങൾ നിങ്ങളുടെ ഭാര്യ കണ്ടിട്ടില്ലെന്നാണ്. എന്ന് വെച്ചാൽ ഏകദേശം 2 ആഴ്ചയായിട്ട് നിങ്ങളുടെ വൈഫ് മിസ്സിംഗ് ആണ് അല്ലേ? അതെ സാർ. ജെസ്സി ജനിച്ചതും വളർന്നതും ഗോവയിലാണല്ലോ. അതുകൊണ്ട് തന്നെ ഈ കേരളത്തിൽ ജെസ്സിക്ക് അങ്ങനെ ബന്ധുക്കളായിട്ട് ആരുമില്ലെന്നാണ് വിൻസെന്റ് മൊഴി കൊടുത്തിരിക്കുന്നത്. ഇൻ കേസ് വല്ല അടുത്ത സുഹൃത്തുക്കളോ ആരെങ്കിലും ഈ പരിസരത്തായിട്ട് വിൻസെന്റ് അറിവിൽ? എൻ്റെ അറിവിൽ ആരുമില്ല സാർ. സുഹൃത്തുക്കൾ ആരുമില്ല. ഇല്ല. നിങ്ങളുമായിട്ട് പണത്തിന്റെ പേരിലാണ് ജെസ്സി നിരന്തരം വഴക്കുണ്ടാക്കാറുള്ളതാണ് വിൻസെന്റ് മൊഴി കൊടുത്തിരിക്കുന്നത്. ആ സ്റ്റേറ്റ്മെന്റിൽ ഇപ്പോൾ ഉടച്ചു കൊടുക്കുന്നുണ്ടല്ലോ അല്ലേ? കുറച്ച് കൊടുക്കുന്നുണ്ട് സാർ. റിസപ്ഷൻ ഇരിക്കുന്നാരാ? അത് റജി. റജി. എൻ്റെ ഒരു സുഹൃത്താണ്. ഒരു വിൻസെന്റ്, ജെസ്സി ബാംഗ്ലൂരിൽ ഏതോ ഒരു പ്രൈവറ്റ് ഏജൻസിയുടെ ഫാഷൻ ഡിസൈനിങ് ഏജൻസിയുടെ മോഡലായിരുന്നു അല്ലേ? അതെ സാർ. വിൻസെന്റ് ബാംഗ്ലൂർ വെച്ചാണ് ജെസ്സി ആദ്യമായിട്ട് കാണുന്നത്. എന്ന് വെച്ചാൽ ഒരു ഫ്രീലാൻസ് വർക്കുമായിട്ട് ബന്ധപ്പെട്ട് വിൻസെന്റ് ബാംഗ്ലൂരിൽ പോകുന്നു. അവിടെ വെച്ച് ഒരു ഫാഷൻ ഷോയുടെ ഇടയിൽ വെച്ചിട്ട് വിൻസെന്റ് ജെസ്സിയെ കാണുന്നു. നിങ്ങൾ തമ്മിൽ പരിചയപ്പെടുന്നു, നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാവുന്നു. പക്ഷെ നിങ്ങൾ തമ്മിൽ കല്യാണം കഴിച്ചതിന് യാതൊരു രേഖകളുമില്ല. എന്തുകൊണ്ട്? അവിടെ ഇതൊന്നും ഞാൻ ചോദിച്ച ചോദ്യമല്ല, എസ് ഐ സാർ തന്നോട് ചോദിക്കാൻ വേണ്ടി പറഞ്ഞു കേട്ടോ. വേണം ചോദ്യം ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. നിങ്ങൾ തമ്മിൽ കല്യാണം കഴിച്ചതിന് രേഖകളില്ലാത്തത് എന്തുകൊണ്ട്? സാർ ഞങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ല. ഞങ്ങളുടെ ഒരു ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പാണ്. ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പാണ് അല്ലേ? ഒരു മിനിറ്റ്. വിൻസെന്റ്, ഇവരോട് ചോദിക്കട്ടെ, നിങ്ങൾ തമ്മിൽ ഇത്രയും ഒച്ചയും ബഹളം ഇവിടെ നടന്നിട്ടും ഈ തൊട്ടടുത്തുള്ള ഒരു കടക്കാർ പോലും ഇവിടെ ഒരു ഒച്ചയോ ബഹളമോ കേട്ടതായിട്ട് പറയുന്നില്ല. അതെന്താണ്? സാറേ ഈ വഴക്ക് നടന്നത് താഴെ ഫിലിം പ്രോസസ്സിംഗ് റൂമിൽ വെച്ചാണോ? അതുകൊണ്ടായിരിക്കും പുറത്തൊന്നും ആരും വെക്കാനത്. താഴെ വെച്ചാൽ അവിടെ കൊണ്ടല്ലേ? അതെ സാർ. റജി, നിങ്ങൾ സുഹൃത്തുക്കളല്ലേ? തനിക്കൊക്കെ നിറവേറ്റിട്ട് ഈ പ്രശ്നം ഒന്ന് സോൾവ് ചെയ്യാൻ പാടില്ല. എന്ത് പ്രശ്നം? തനിക്ക് ഈ പ്രശ്നം അറിയില്ല? ഒന്നും അറിയത്തില്ല സാറേ, ഇതിനെപ്പറ്റി അറിയത്തില്ല. ഞാൻ വന്നപ്പോൾ ഒരു ശ്രദ്ധിക്കും. തനിക്ക് എന്തൊരു ടെൻഷൻ? സാറേ അവള് മിസ്സിംഗ് ആയിട്ട് 2 ആഴ്ച കൂടുതലായി. എവിടെയെങ്കിലും ജീവനോട്ടുണ്ടെന്നെങ്കിൽ അറിഞ്ഞാൽ മതിയായിരുന്നു. എടോ, അത് സത്യം പറഞ്ഞാൽ ജെസ്സി ഞങ്ങൾക്ക് ട്രേസ് ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എന്നാലും എന്താ പേടിക്കണ്ട, നമ്മുടെ ഇവിടെകളിൽ തന്നെ കാണുമല്ലോ. നമുക്ക് നോക്കാം. ശരി എന്നാ. ശരി സാർ. സാർ സാർ ആ കേസിൻ്റെ കാര്യങ്ങൾ അപ്പോൾ ഒന്ന് അറിയിച്ചേക്കണേ. എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ അറിയിപ്പിക്കാം. ശരി എന്നാ. കുഞ്ഞമ്മയുടെ മാപ്പിളയുടെ കുറച്ച് ചോദ്യങ്ങൾ. നീ എന്തുകൂടാ കാണിച്ചേ? നിന്റെ മോന്ത് കണ്ടു കഴിഞ്ഞാൽ നീ അവളെ കൊന്നൊന്ന് ഒറ്റ നോടത്തി പറയുമല്ലോ. ഒരു ഓവർ ആക്ടിങ്. എന്റെ ഓവർ ആക്ടിങ് ആണെങ്കിലും
അവനൊരു സംശയമില്ലല്ലോ, അതുപോരെ. അത് നിന്റെ കഴിവല്ല, അവൻ പൊട്ടനായത് നിന്റെ ഭാഗ്യം. അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ, ആദ്യം നീ അത് പോയി എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കും. ചെല്ലിട്ട് ഇതുകൊണ്ട് വച്ചേക്ക്, തോന്നേറ്റ് കൊണ്ടുപോകണല്ലോ. എന്താടാ? ഒന്നും ഒന്നുമില്ല. പോയി ഷട്ടറാ. എന്താടാ? എന്തൊരു സാർ? ഞാനേ എൻ്റെ ഫോൺ ഇവിടെ അവിടെ വെച്ച് മറന്നുപോയി. ആ കിട്ടി. ശരി എന്നാ. ഈ നാറി പേടിപ്പിക്കാൻ വന്നതാണോ? മനുഷ്യരുടെ നെഞ്ചിടിച്ച് ചാവറായി. എടാ, അവൻ ആ ഫോൺ കോൾ വന്ന് അവൻ ആ ഫോണുമായിട്ട് ഇവിടെ പുറത്തേക്ക് വന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അവൻ തിരിച്ചു വന്നപ്പോൾ അവൻ്റെ കയ്യിൽ ആ ഫോൺ ഞാൻ കണ്ടിട്ടില്ല. അവൻ ആ ഫോൺ രണ്ടാമത് ഇവിടെ എടുക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഷിറ്റ്, റജി, ഇത് പണിയാ. എന്ത് പണിയാടാ? എടാ, അവൻ പോയതുപോലെ തിരിച്ചു വരും, നീ കണ്ടോ? പക്ഷേ അതിനു മുൻപേ ഈ കവർ വിട്ട് മാറ്റണം. നീ വേഗം ആ കവർ ഇട്ട്. ഇതെന്തുവാടാ? കൊണ്ട് കത്തിക്കാനുള്ളതാ. പക്ഷേ അവൻ വരുന്നതിന് മുമ്പ് നമുക്കിത് മാറ്റാം. വാ. നീ കൈയും കാലും വിറച്ചിട്ട് പോയിടാ. ഇത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. പക്ഷേ ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയണം. എന്നതാ? അല്ലെങ്കിൽ വേണ്ട, നീ വാ. വേഗം വാ. എന്തൊരു സാറേ? അതെ, ഒരു ചെറിയ പ്രശ്നം. കറന്നു വന്നു. എന്തൊരു സാറേ? എന്തെങ്കിലും വേറെ എന്തെങ്കിലും അറിയാനുണ്ടോ? എടാ, എനിക്ക് നിങ്ങളെ സംശയമൊന്നുമില്ല. എന്നാലും നീ ഇതൊന്ന് ക്ലിയർ ചെയ്യും. കുഞ്ഞമ്മയുടെ മാപ്പിളയുടെ കുറച്ച് ചോദ്യങ്ങൾ. നീ എന്തോടാ കാണിച്ചേ? നിന്റെ മോന്ത കണ്ടു കഴിഞ്ഞാൽ നീ അവളെ കൊന്നൊന്ന് ഒറ്റ നോട്ടത്തിൽ പറയുമല്ലോ. എന്റെ ഓവർ ആക്ടിങ് ആണെങ്കിലും അവനൊരു സംശയമില്ലല്ലോ, അതുപോരെ. അത് നിന്റെ കഴിവല്ല, അവൻ പൊട്ടനായത് നിന്റെ ഭാഗ്യം. എന്തെങ്കിലുമൊക്കെ ആവട്ടെ, ആദ്യം നീ അത് പോയി എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കും. ചെല്ലിട്ട്
ഇതോട് വച്ചേക്ക്, പോകുന്നിടത്ത് കൊണ്ടുപോകണല്ലോ. എന്താടാ ഒന്നുമില്ല, പോയി ഷട്ടറോ. റജി അവൻ പറഞ്ഞ കേട്ടില്ലേ? അപ്പോൾ ഷട്ടർ ഇടാം, അപ്പോൾ ഷട്ടർ ഇടാം. ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് നമ്മൾ 3 പേര് മാത്രം അറിഞ്ഞാൽ മതി. അതല്ലേ നല്ലത്? എടാ, ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് നിന്നോട് ചോദിക്കാം, ജസ്റ്റ് മിസ്സിങ് ആയതാണോ അതോ നീ അവളെ കൊന്നതാണോ? കൊന്നതോ? സാർ എന്തൊക്കെ പറയുന്നേ? എടാ, നിങ്ങൾ തമ്മിൽ സംസാരിച്ച ഓഡിയോ ക്ലിപ്പ് എൻ്റെ കയ്യിലുണ്ട്. വെറുതെ അഭ്യാസം കാണിക്കാതെ മര്യാദയ്ക്ക് സഹകരിച്ചാൽ മര്യാദയ്ക്ക് ഞാൻ ഈ കേസ് ഡീൽ ചെയ്യും. അതെ സാറേ, ഞങ്ങൾ പലതും സംസാരിച്ചെന്നൊക്കെ ഇരിക്കും. അത് പിന്നെ റെക്കോർഡ് ചെയ്തിട്ട് ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന പരിപാടിയൊന്നും ഇവിടെ നടക്കത്തില്ല. ഞങ്ങൾ കൊന്നതിന്റെ തെളിവൊന്നുമില്ലല്ലോ സാറിന്. ഓഹോ, നിനക്ക് തെളിവ് വേണം അല്ലേ? എന്നാ നീ പറ, ജസ്റ്റ് മിസ്സിങ് ആയ ദിവസം നീ ഇവിടെ ആയിരുന്നു? അത് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. നീ ഇവിടെ ഉണ്ടായിരുന്നു എന്നുവെച്ചാ ഇവൻ ജെസിയോട് വഴക്കുണ്ടാക്കി താഴെ ഫിലിം പ്രോസസ്സിംഗ് റൂമിൽ പോകുന്നതല്ല നീ നേരിട്ട് കണ്ടോ? അതെ, ഞാൻ കണ്ടു. സാറേ, സാർ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ എന്നോട് ചോദിക്കും. അവൻ ആ കേസിനെ കുറിച്ചൊന്നും അറിയത്തില്ല. ഡാ, ആരോട് എന്തൊക്കെ ചോദിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. നീ മിണ്ടാ മാറിയെന്നു മാറാ. ഡാ, നീ അപ്പം ഇവിടെ നടന്നതെല്ലാം കണ്ടിട്ടുണ്ട്. ജെസി വിൻസെന്റ് തമ്മിൽ വഴക്കുണ്ടാക്കുന്നത് നീ കണ്ടിട്ടുണ്ട്. അതെ, ജെസിയെ കൊണ്ട് വിൻസെന്റ് താഴെ ഫിലിം പ്രോസസ്സിംഗ് റൂമിൽ പോകുന്നത് നീ കണ്ടിട്ടുണ്ട് അല്ലേ? അതെ. ജെസി ഇവിടെ പോയപ്പോ കയ്യിൽ ട്രാവൽ ബാഗോ ഹാൻഡ് ബാഗോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു സാറേ. ഉറപ്പാണോ? ഇല്ല സാർ, അവൻ ഈ കേസിനെ കുറിച്ച് ഒന്നും അറിയാം. ഫിലിം പ്രോസസ്സിംഗ് റൂമിലോടാ താഴെയാണ് സാർ. നീ വാ, വാടാ. ഇതല്ലേ അതെ സാർ. ജെസി സ്റ്റുഡിയോയിൽ എപ്പോഴും വരാറുണ്ടോ? എപ്പോഴും വരാറില്ല സാറേ. എപ്പോഴും വരാറുണ്ടോ വല്ലപ്പോഴും മാത്രമാണോ വരുന്നത്? വല്ലപ്പോഴൊക്കെ വരാറുണ്ട് സാർ. സാറേ, അവൻ പറയുന്നത് കേൾക്കാൻ നിൽക്കല്ലേ. മിണ്ടരുത്. നീ എല്ലാം നേരിൽ കണ്ടിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്? ഈ സംഭവം നടന്നത് ഏകദേശം എത്ര മണിക്കാന്ന് നിനക്ക് ഓർത്ത് പറയാൻ പറ്റുമോ? എന്ത് സംഭവം സാറേ? എടാ, ജെസ്സി ഇവിടുന്ന് ഇറങ്ങിപ്പോയത് ഏകദേശം എത്ര മണിക്കാന്ന് നിനക്ക് ഓർത്ത് പറയാൻ പറ്റുമെന്നു? അത് പിന്നെ വൈകുന്നേരം സാറേ. വൈകുന്നേരം? അതെ. എടാ, ഇവൻ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ സംഭവം നടക്കുന്നത് ഏകദേശം ഉച്ച സമയത്താണ്. എന്ന് വെച്ചാൽ 12-ന് 1-ന് നടക്കി. ഉച്ചയ്ക്ക് ഇവിടെ ഇറങ്ങിപ്പോയ ജെസ്സി നീ വൈകിട്ട് വീണ്ടും കണ്ടല്ലടാ? സാറിങ്ങനെ അടുപ്പിച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റത്തില്ല സാറേ. സാറേ, സത്യത്തിൽ എനിക്ക് ഓർമ്മയില്ല സമയം. നീ ഓർക്കത്തില്ലടാ, നീ ഓർക്കത്തില്ല. കാരണം എന്താ അറിയാമോ? വഴക്കിട്ട് ഈ മുറി കയറിയ ജെസ്സി ഇവിടുന്ന് ഇറങ്ങിപ്പോയിട്ടില്ല. അവളെ ഈ മുറിയിലിട്ട് തന്നെ നീ കൊന്നു. അതാടാ സത്യം. ഞാൻ കൊന്നിട്ടില്ല സാറേ. ഞാൻ ആരെയും കൊന്നിട്ടില്ല സാറേ. നീ കൊന്നിട്ടില്ല പിന്നെ ആരാടാ കൊന്നേ? സാറേ, സാറേ, ഞാൻ ഈ കൊലപാതകമായിട്ട് ഒരു ബന്ധമില്ല സാറേ. പിന്നെ ആരാടാ കൊന്നത്? സാറേ, ഈ കാണിക്കുന്നത് മെന്റൽ ഹറാസ്മെന്റ് ആണ്. സാർ, അവന് മാനസികമായിട്ട് പ്രശ്നമുള്ളതാണ്. അവന് മാനസിക രോഗം പോയിട്ടൊരു മണ്ണ കെട്ടില്ലെന്ന് എനിക്കറിയാം. കേട്ടല്ല, നീ മിണ്ടാവും അങ്ങോട്ട് മാറിയെന്നു. മാറാ മാറാൻ. കൊലപാതകത്തിന് കൂട്ടുവന്ന നീ ആ ഈ കേസിൽ 1-ാം പ്രതി. നാട്ടുകാർ കാണുക നിന്നെ കയ്യിൽ വിലം കെട്ടി ഞാൻ കൊണ്ടുപോകും. സത്യം പറ. ഞാൻ കൊലപാതകം ചെയ്തിട്ടില്ല സാറേ. എനിക്കൊന്നും അറിയത്തില്ല സാറേ. ഒന്നും അറിയത്തില്ല സാറേ. നീ കുറച്ചേരം പുറത്തേക്ക് സാറേ, പുറത്തിറങ്ങടാ. സാർ, ഞാൻ പറയുന്നത് കേൾക്ക്. ഇറങ്ങടാ അങ്ങോട്ട്. സാർ, ഞാൻ പറയുന്നത് ഞാൻ കൊന്നിട്ടില്ല സാറേ. പറഞ്ഞു. ഞാൻ സത്യം പറയാൻ സാറേ. എന്നെ ഒന്നും ചെയ്യരുത്.
ഞാൻ എല്ലാ സത്യം പറയാം സാറേ. അവനെല്ലാം പറഞ്ഞിട്ടുണ്ടോ? കൂട്ടത്തിൽ നീ ഒളിപ്പിച്ച ആ കവറും ആ കവറിൽ അവളെ മുടിയും കിട്ടിയിട്ടുണ്ട്. DNA ടെസ്റ്റിനുള്ള എവിഡൻസ് ഒക്കെ അവിടെ ഉണ്ട്. സാർ എനിക്കിത് കള്ളക്കേസ് ഉണ്ടാക്കണോ? കള്ളക്കേസാണോ അല്ലോ എന്നൊക്കെ നീ കോടതിയിൽ പോയി പറഞ്ഞാൽ മതി. മാറങ്ങോട്ട്. ഡാ, അവന് ജെസ്സിയുടെ ബോഡി ഒളിപ്പിച്ച സ്ഥലം എവിടെയാണെന്ന് അറിയത്തില്ലെന്നാണ് പറയുന്നത്. നീ പറയുന്നത് നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കണം. സാറിനെ കൊടുക്കാൻ നോക്കണല്ലേ? അപ്പം നിനക്കെന്നെ വിശ്വാസമില്ല. ഡാ, അവനോട് പറയേണ്ട പോലെ പറഞ്ഞു. ശരി വിൻസി, ഞാൻ എല്ലാ സത്യം പറഞ്ഞു വേണം. പക്ഷേ ഞാൻ ജെസ്സിയുടെ ബോഡി എവിടെയാണ് പറഞ്ഞു കൊടുത്തിട്ടില്ല. അത് നീ തന്നെ പറ. ഇപ്പം നിനക്ക് വിശ്വാസമായല്ലോ, ഇനി പറ ജെസ്സിയുടെ ബോഡി എവിടെ? ഇത് കള്ളക്കേസാണ്. സാറിനെ ഇല്ലാത്ത തെളിവുണ്ടാക്കി എന്നെ ട്രാപ്പ് ചെയ്യാൻ നോക്കുക. ഞാനൊരു കുറ്റസമൂഹം നടത്തില്ല. ഓ, വിൻസി, നീ എന്നോട് ക്ഷമിക്കടാ. സാറൊരു ഡീല് പറഞ്ഞു, അത് നല്ലോണം ആലോചിച്ചിട്ട് ഒരു തീരുമാനം പറ. ഞാൻ അപ്പുറത്തെ മുറി കാണും. വിൻസൻ കോശി, നീ ജെസ്സിയെ മുന്നിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഹണി ഡ്രാപ്പ് ബിസിനസിൻ്റെ എല്ലാ ഡീറ്റെയിൽസും എൻ്റെ കയ്യിലുണ്ട്. പണത്തിൻ്റെ പേര് നീ അവളുമായി തെറ്റിയതും നീ അവളെ കൊന്നതും എല്ലാം എനിക്കറിയാം. ഇതൊക്കെ അറിയാവുന്ന ഞാൻ ആരാണെന്നായിരിക്കും നിൻ്റെ സംശയം. ഞാനൊരു സാധാ പോലീസുകാരനാണ്. പക്ഷെ റെജി അവൻ എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. കൂട്ടത്തിൽ ഒരു ബാഗ് നിറയെ പണം നീ എവിടെ ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നിൻ്റെ എല്ലാ രഹസ്യങ്ങളും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഞാനൊരു ഡീല് വെക്കാം. എനിക്കും റജിക്കും 50-50. നീ ഔട്ട്. ഡീലാണോ? അപ്പോൾ അതാണ് സാറിൻ്റെ ബിസിനസ്. പക്ഷേ ഈ തെളിവ് വെച്ചിട്ട് സാറിന് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഡാ, നിന്നെ മുമ്പിൽ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ ഞാൻ പറഞ്ഞ ഡീലിന് നീ ഓക്കെ പറയണം. നീ നോ പറഞ്ഞാൽ ഞാനിപ്പോൾ തന്നെ SP ഓഫീസിൽ വിളിക്കും. പോലീസ് എത്തും, ജെസ്സിയുടെ ബോഡി കണ്ടെത്തും, നീ ഒളിപ്പിച്ച പണവും കൊണ്ടുപോകും. അതുകൊണ്ട് അത് മാത്രമല്ല, എനിക്ക് പ്രൊമോഷനും നിനക്ക് ജയിലും. നീ ആലോചിച്ചൊരു തീരുമാനം എടുക്കുക. സാറിനെ പൂട്ടാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഞാനൊരു സത്യം പറയട്ടെ. സാറിന് ബുദ്ധിയുണ്ട്, പക്ഷേ ശ്രദ്ധ തീരെയില്ല. അല്ലെങ്കിൽ ഇങ്ങനൊരു അബദ്ധം പറ്റുമോ? അജയ്, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ വിൻസി. മിണ്ടരുത്. നമുക്ക് ബാഗ് എടുത്ത് പോകണം. നീ പോയി ഷട്ടർ പോകണം. ഷട്ടർ തുറക്കണം.
അതൊന്നും കാണിക്കില്ല ജിൻസി. വെളി പോലീസുണ്ട്. നിന്നെ കൊന്നാലും ഞാൻ രക്ഷപ്പെടുത്തില്ലെന്ന് എനിക്കറിയാടാ. അവന്മാർക്ക് വേണ്ടത് തന്നെയാ. നിനക്ക് വേണ്ടത് പണവും. നിനക്ക് ഞാൻ ഒളിപ്പിച്ച ആ ബാഗ് പോയി എടുക്കാൻ പറ്റുമെങ്കിൽ നീ പോയി എടുക്കും. ആ പണം നിനക്കുള്ളതാ. എനിക്കോ? എവിടെ ഇരിക്കുന്നേ? ആ ബാഗ് എവിടെ ഇരിക്കുന്നേ? ബാഗ് എവിടെ ഇരിക്കുന്നത് നിനക്ക് പറയണം അല്ലേ? ഞാൻ പറയാം. പക്ഷേ ഇവിടെ പോലീസ് ഞാൻ ജെസ്സിയെ കൊന്നത് എന്താണെന്ന് ചോദിച്ചാൽ നീ എന്തോ പറയും? അതോ അവളെ എനിക്ക് അറിയത്തില്ലെന്ന് പറയാം. ഈ കേസുമായിട്ട് ഒരു ബന്ധമില്ലെന്ന് പറയാം. അതുപോലെ നീ ജയിലിൽ പോയാലും എൻ്റെ കയ്യിൽ പണം സേഫായിരിക്കും. നീ വരുന്നവരെ ഞാൻ കാത്തിരുന്നോളാം. അതുപോലെ അത് മതിയില്ലേ? നീ എനിക്ക് വേണ്ടി കാത്തിരിക്കും അല്ലേ? ഞാൻ ജയിലിൽ പോയാലും തിരിച്ചു വരുന്നവരെ നീ എനിക്ക് വേണ്ടി ഇല്ലായിരിക്കും. നീ കാത്തിരിക്കുന്നു. നീ കാത്തിരിക്കുന്നു കേട്ടോ. നീ എന്നെ ചെയ്യാൻ പോവാ? ഞാൻ നിന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. നീ പോലീസ് ഏത് നിമിഷവും എൻ്റെ അടുത്തേക്ക് എത്തും. എതിർത്ത് നിൽക്കാനുള്ള ആയുധമുണ്ടെങ്കിലും പക്ഷേ എത്ര പേരെ എനിക്ക് കൊല്ലാൻ കഴിയില്ല. ഇനി ഒന്നിനും എനിക്ക് കഴിയില്ല. എല്ലാം ഇതോടെ അവസാനിച്ചു. പക്ഷേ ചെയ്ത തെറ്റുകളെ ഓർത്ത് പശ്ചാത്തപിക്കാൻ എനിക്ക് മനസ്സില്ല. ഞാൻ വിൻസെൻ്റ് കോശിയ.